പത്തനംതിട്ട പാടത്തെ ഗവൺമെന്റ് SKV LP സ്കൂളിന് മുന്നിലെ മരം ഭീഷണിയാകുന്നു. ഒരു വശത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം വിദ്യാർത്ഥികൾക്കും ഒപ്പം സമീപ പ്രദേശത്തുള്ളവർക്കും പ്രതിസന്ധിയാണ്. മരം അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പത്തനംതിട്ട പാടം ഗവൺമെന്റ് SKV LP സ്കൂളിന് മുന്നിലുള്ള ഈ മരമാണ് ഇപ്പോൾ എന്തായാലും നാട്ടുകാർക്ക് ഭീഷണിയായി നിൽക്കുന്നത്. നാട്ടുകാർക്ക് മാത്രമല്ല, ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്കും ഒരേ സമയം ഭീഷണിയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഈ മരത്തിൻ്റെ വേരുകൾ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാം. അത്രമാത്രം മരം ചരിഞ്ഞു നിൽക്കുന്നതായും ഈ പറഞ്ഞതുപോലെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ മാതാപിതാക്കൾ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളൊപ്പം നാട്ടുകാരുമൊക്കെ വലിയ പരാതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മരം ഈ കടപുഴകി വീഴാനുള്ള സാധ്യതയാണ് അവരെല്ലാവരും ഭയക്കുന്നത്. സ്കൂളിൻ്റെ തൊട്ട് എതിർവശത്ത് താമസിക്കുന്ന ഫാത്തിമ ബീവി അവശയാണ്, നടക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും 85 വയസ്സുകാരിയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. എപ്പോഴും ഒരു ഭയം ഈ വീടിന് മുന്നിൽ ഇരിക്കുമ്പോഴുണ്ട്. എന്തെങ്കിലും അപകടമുണ്ടായാൽ തന്നെ പെട്ടെന്ന് മാറാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതിയിലുമാണുള്ളത്. അപ്പോൾ അമ്മ വലിയ പേടിയാണല്ലേ ഇവിടെ ഇരിക്കുമ്പോൾ? എനിക്ക് എനിക്ക് വേറെ സഹായം എനിക്ക് ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ട് കിടക്കുന്ന, എനിക്ക് ഇവരെയൊക്കെ സഹായത്തിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പം ദൈവവിചാരിച്ച് നിങ്ങളിത് എനിക്ക് ചെയ്തു തന്നേ പറ്റത്തുള്ളൂ. ഈ മരം മുറിക്കണമെന്നാണ്? മുറിക്കണം. ഞാൻ എപ്പോഴും ഇവിടെ ഇരിക്കുന്നതല്ലയോ, ചരികിട്ടിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഇട്ടിട്ട് വീഴുന്ന ആ പോട് മരം ഇത് അന്ന് കോതാൻ വന്ന പിള്ളേർ അവർ പേടിച്ച് ഇറങ്ങി. വീടിൻ്റെ മുകളിലേക്ക് വീഴുമെന്നുള്ള ഭയമുണ്ടല്ലോ? എനിക്ക് തന്നെ കമ്പി കണ്ടില്ലയോ, കാറ്റൊക്കെ വരുമ്പോൾ ഞാൻ ഭയന്ന് ഇതിനകത്ത് കയറി കുത്തിയിരുന്നാൽ എന്തെങ്കിലും സംഭവിച്ചോ ഞാൻ എന്ത് ചെയ്യും? അമ്മയുടെ ഭയം അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ വൈദ്യുത കമ്പി, അത് അമ്മ പറഞ്ഞത് ശരിയാണ്. കാരണം ഈ മരം ഒന്ന് വീണ് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് ഈ വൈദ്യുത കമ്പി കടന്നു പോവുകയാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് വീണാലും വലിയ അപകടം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, ഈ മരം കുറേ കാലമായി പ്രശ്നമായിട്ട് നിൽക്കുകയാണിത്. ഇത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ പഞ്ചായത്തിൽ എല്ലാം നമ്മൾ പരാതി കൊടുത്താണ്. ആരും അധികൃതരാരും ഇതിനെക്കുറിച്ച് ഒരു മറുപടിയും തരുന്നില്ല. ഞാൻ ഏതാണ്ട് ഇപ്പോൾ ഒരു 5-6 വർഷക്കാലമായിട്ട് ഇതിൻ്റെ പരാതി കൊടുക്കുന്നുണ്ട്, ഒരു പ്രതികാരം ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് ഇവിടുന്ന് മദ്രസ ഓതാൻ വന്ന കുട്ടികൾക്ക് ഇതിൽ പാനൊക്കത്തില്ല. മരം ഈ പറഞ്ഞ കണക്ക് മുറിക്കണമെന്ന് തന്നെ അത്യാവശ്യമാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി. അപകടം കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിനോട് കണ്ണടക്കരുത്, കാണാതെ പോകരുത്. അത് കൃത്യമായി ചെയ്യണമെന്ന ആവശ്യം അവർ പല ആവർത്തി ഉയർത്തുകയാണ്. നേരിട്ട് കാണുന്നവർക്ക് ഈ അപകടം കണ്ടു തന്നെ അറിയാം. നടപടി അടിയന്തരമാകണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.